അടുത്ത മാങ്ങ സീസൺ വരെ വീട്ടിൽ ആര് വന്നാലും നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. രണ്ട് തരത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കി വെക്കുന്നുള്ളത്. എല്ലാ വർഷവും ഞാൻ ഇതുപോലുള്ള ഒരു 5 ബോട്ടിൽസ് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വർഷം വരെ ഇനി എന്ത് വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എത്ര ഗസ്റ്റ് വന്നാലും നമുക്കിത് തീർന്നു പോവില്ല. ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. ഞാനിത് പച്ചമാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ 4 പച്ചമാങ്ങയും ആ കൂട്ടത്തിൽ ഒരു പഴുത്ത മാങ്ങയും എടുത്തിട്ടുണ്ട്. ഈ പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ അധികം പുളിയുള്ള മാങ്ങ ആവരുത് കേട്ടോ. ഈ പുളിയില്ലാത്ത ടൈപ്പ് മാങ്ങ തന്നെ നമ്മൾ നോക്കി എടുക്കണം. ഇതിവിടെ വെള്ളരി മാങ്ങയാണ് ഞാൻ എടുത്തിട്ടില്ല. അത് അധികം പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ എല്ലാ വർഷവും ഇത് വെച്ചിട്ട് തന്നെയാണ് ജ്യൂസ് ഉണ്ടാക്കാറ്. നല്ല പൾപ്പും കിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കുമ്പം. അപ്പോൾ ഇതൊക്കെ ഞാനിതാ മുറിച്ചെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. അത്രയാണ് വേണ്ടുന്നുള്ളത്. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് തണിയാനായി വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഒരു വിസിൽ വരുമ്പോൾ തന്നെ എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതെന്നാലും നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൾപ്പ് കിട്ടും കേട്ടോ ഈ വെള്ളരി മാങ്ങയിൽ. ഇനി ഞാനിതാ ഇതുപോലെയുള്ള അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇതുപോലെയുള്ള അരിപ്പ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി വെച്ച് അരിച്ചെടുക്കാം കേട്ടോ. നല്ല പുതിയ തോർത്തുണ്ടെങ്കിൽ അത് വെച്ച് അരിക്കുന്നതായിരിക്കും സുഖം. ഈ ഒരു അരിപ്പ ഉണ്ടല്ലോ, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല എളുപ്പമാണ് നമുക്ക് എല്ലാം അരിക്കാൻ. തേങ്ങാപ്പാലാണെങ്കിലും ഇത് മറ്റെന്ത് ഈ ജ്യൂസൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് ഇതുപോലെ അരിച്ചെടുക്കാം. അടിയിൽ പിടിച്ച് ഒന്ന് പിഴിഞ്ഞാൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഈ മാങ്ങക്ക് അരിച്ചെടുക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതാ നിങ്ങൾ നോക്ക്, ഇത് ക്ലിയറാണ്. ഇതിന് ചെറിയ മാങ്ങയ്ക്ക് ഇങ്ങനെ ആര് പോലെ ഉണ്ടാവില്ലേ, ചകിരി പോലെയൊക്കെ, അങ്ങനെയുള്ള മാങ്ങ തീർച്ചയായും അരിച്ചെടുക്കണം. ഈ മാങ്ങക്കൊന്നുമില്ല, നല്ല പൾപ്പാണ്. എന്നാലും ഞാനെപ്പോഴും അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ഇതാ ഈ പൾപ്പിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 തരത്തിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുള്ളത്. ബാക്കിയുള്ളത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനൊരു സെറാമിക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ ഞാനൊരു വലിയ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ 3-ൽ 1 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. മറ്റേതിൽ ഞാനതൊന്നുമില്ല, ആകെ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഓൺ ചെയ്തത്. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളവും ഈ പൾപ്പും കൂടി നന്നായി യോജിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത്. 2 പാത്രം ഞാൻ അടുത്തടുത്ത് വെച്ചതാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നുള്ളത്. ഇതാ കുറച്ച് പൾപ്പ് ഞാൻ വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതും ഈ വെള്ളവും കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ 2 ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ വെള്ളം കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അടിക്കൊന്നും പിടിച്ച് പോവില്ല കേട്ടോ. ഇതിപ്പോൾ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. 2 ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ആ ഒരു തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തീർച്ചയായും പഞ്ചസാര ചേർത്തിട്ട് തന്നെ വേണം നമ്മൾ ഈ സ്ക്വാഷ് റെഡിയാക്കാൻ. പലരും ചോദിക്കാറുണ്ട് പഞ്ചസാര ചേർക്കാതെ റെഡിയാക്കാൻ പറ്റില്ലെന്ന്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവില്ല കേട്ടോ. പിന്നെ അളവ് നിങ്ങൾക്ക് വേണ്ടുന്നതിനനുസരിച്ച് കുറച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 500 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ജ്യൂസ് നമ്മൾ ഒരു 2-3 സ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ബാക്കി വെള്ളം ഒഴിച്ചാണ് കേട്ടോ കുടിക്കുന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും ഇതിൻ്റെ മധുരം. അഥവാ നിങ്ങളുടെ വീട്ടിൽ ആർക്കും പഞ്ചസാര അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഉണ്ടാക്കി വെക്കാം. പിന്നെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ച് വെച്ചാൽ മതി. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അന്നേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2ാമത്തെ പാത്രത്തിലുള്ള പൾപ്പിലേക്ക് 100 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള ഈ മാങ്ങ പുളിയില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിയുള്ള മാങ്ങ എടുക്കുമ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവും കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയാവാനുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. എല്ലാ വർഷവും ഞാൻ ഇതുപോലെ 4-5 ബോട്ടിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാറാണ്. അപ്പോൾ ഇതുപോലെയുള്ള
ടപ്പർ വെയറിൻ്റെ പാത്രങ്ങൾ തന്നെ എടുക്കാൻ നോക്കണം. അതായത് നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, സാധാ പ്ലാസ്റ്റിക് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഗ്ലാസ് ബോട്ടിലാകുമ്പോൾ എനിക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പേടിയാണ്. ഞാൻ കുറേ നാൾ സൂക്ഷിക്കുന്നതാണല്ലോ. അപ്പോൾ ഓരോ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ താഴെ വെക്കും. അത് തീരുമ്പോൾ അടുത്ത ബോട്ടിൽ എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ ഇത് കുറുകി വന്നിട്ടുണ്ട്. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നുള്ളത്. ഈ സ്ക്വാഷ് പാകമായോ എന്നറിയുന്നത് ഇതിങ്ങനെ പൊട്ടിത്തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്താൽ മതി. പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ വെറും ജാം പോലെ ആയിപ്പോകും കേട്ടോ. മറ്റേത് നമ്മൾക്ക് സ്ക്വാഷ് പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും കട്ടിയിലാണ് തണുക്കുമ്പോൾ ഉണ്ടാവാറ്. ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നുകിൽ ഇതുപോലെയുള്ള ഐസ് ട്രേയിൽ നമുക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് 1 മണിക്കൂർ 1-2 മണിക്കൂർ വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാനുണ്ട്. ഐസ് ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ പ്ലേറ്റ് ആണെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വേറൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് ടംബ്ലർ എടുത്തിട്ടുണ്ട്. നല്ലൊരു പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റോ ഏതെങ്കിലും ആയാലും മതി, ടിഫിൻ ബോക്സ് ആയാലും മതി കേട്ടോ. ഇപ്പോൾ ഇത് മുഴുവൻ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടിയിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാം. അധികം വെക്കരുത് കേട്ടോ, ഒരു ദിവസമൊന്നും വെക്കരുത്. ഒരു 2-3 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പോൾ അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ അടുത്ത ജ്യൂസ് ഉണ്ടല്ലോ, ഇതും കൂടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാവാറ്. ഇത് ഇനി നമ്മൾക്കൊരു പാത്രത്തിലാക്കി സൂക്ഷിക്കാം. ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അങ്ങനെയും സൂക്ഷിക്കാം. പക്ഷേ ഞാൻ ഇതുപോലെ ഇത് ടപ്പർ വെയറിൻ്റെ പാത്രമാണ്. അപ്പോൾ അതിൽ ആണ് ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കാറ് കേട്ടോ. ഇതാവുമ്പം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഓരോ ബോട്ടിൽ താഴെ ഫ്രിഡ്ജിൽ വെക്കും. അത് തീരുമ്പോഴാണ് ഞാൻ മേലെ നിന്ന് ഓരോ ബോട്ടിലായി ഫ്രിഡ്ജിലേക്ക് മാറ്റാറ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായി ഞാൻ ഒരു 3-4 സ്പൂൺ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മതി കേട്ടോ, 2-3 സ്പൂൺ മാത്രമേ വേണ്ടൂ. കാരണം അത്രയും നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കുടിച്ച് നോക്കിയാൽ തന്നെ അറിയാം. നമുക്ക് പഴുത്ത മാങ്ങയിലും ടേസ്റ്റ് ഈ പച്ചമാങ്ങ ജ്യൂസ് തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടി ചീത്തയാവാണ്ട് നിൽക്കുന്നതും പച്ചമാങ്ങ ജ്യൂസ് തന്നെയാണ്. ഇപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ സമയം ആയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുത്ത് രണ്ടാമത് ഫ്രീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ഓരോ പീസസായി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒന്ന് ഈ വരഞ്ഞു കൊടുത്ത് ഫ്രീസ് ചെയ്ത് ഓരോ പീസസായി എടുത്ത് നമുക്ക് സിപ്പ് ലോക്ക് ബാഗ്സിൽ എടുത്തിട്ടും സൂക്ഷിക്കാം. ഞാൻ പക്ഷേ ഇതേപോലെ തന്നെ സൂക്ഷിക്കാറാണ് കേട്ടോ. ഇതുപോലെ വരഞ്ഞു കൊടുത്ത് അങ്ങനെ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഇളം ചൂടുള്ള പാലിലേക്ക് വേണം ഇതിൽ നിന്ന് 1-2 ക്യൂബ്സ് ഇട്ട് കൊടുക്കാൻ. കുറച്ച് ചൂടോടുകൂടി തന്നെ ഈ ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.